എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡിഫറെൻ്റ് ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ്. എന്നും നമ്മൾ അപ്പവും ദോശയും ഇഡ്ഡലിയൊക്കെ കഴിച്ച് ബോറടിച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ നാടൻ പലഹാരങ്ങൾ കഴിച്ച് ആരും ബോറടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിള്ളേർക്ക് വെജിറ്റബിൾസൊക്കെ ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. നമുക്കിനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 2 കപ്പ് അരി ഒരു 5 to 6 hours നല്ലോണം കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് വെച്ചതാണ്. പിന്നെ അതിനകത്തേക്ക് കുറച്ച് വെജിറ്റബിൾസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ക്യാരറ്റുണ്ട്, ക്യാപ്സിക്കം, ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ശകലം ഉള്ളിത്തണ്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇഷ്ടാനുസരണം നമുക്ക് ചേർക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഏത് വേണമെങ്കിലും അതിനകത്ത് ചേർക്കാം. ഒരു 2 മീഡിയം സൈസ് പൊട്ടാറ്റോ വേവിച്ചുടച്ച് വെച്ചിട്ടുണ്ട്. ഒരു സബോള, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തണ്ട് കറിവേപ്പില. ഞാനിവിടെ വെള്ളം ചേർത്താണ് അരയ്ക്കുന്നത്. ഇനി വെള്ളം ചേർക്കാതെ അതിന് പകരമായിട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചരയ്ക്കണം എന്നുള്ളവർക്ക് അങ്ങനെ അരച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റിയാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നവർ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, നോ പ്രോബ്ലം. ഞാൻ അരി ഒന്ന് അരച്ചെടുത്തിട്ട് നല്ലതായിട്ട് പേസ്റ്റ്, നമ്മുടെ ദോശയുടെ കൺസിസ്റ്റൻസിയിൽ ആ മാവ് അരി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ ആ മാവ് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് ആ പൊട്ടാറ്റോ മാഷ് ചെയ്ത് വെച്ചതും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നമുക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നമുക്ക് അതിനൊന്ന് അടിച്ചെടുക്കാം. നമ്മളിപ്പോൾ പൊട്ടാറ്റോ ഇട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ്, നമ്മുടെ ദോശയുടെ സെയിം കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. ഞാനങ്ങ് പൊട്ടാറ്റോ നന്നായിട്ട് ഉടച്ചങ്ങനെ അരച്ചില്ല, ചെറിയ പീസസ് ആയിട്ടുള്ളത് ഉണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഇടുന്നതല്ലേ, അപ്പോൾ അതിന് ഇച്ചിരി ഉപ്പ്, ഒരു പൊടിക്ക് ഉപ്പ് മുന്നേ നിർത്തി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ചില്ലി ഫ്ലേക്സ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ്ഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കറിവേപ്പില അരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ പൊട്ടാറ്റോ അരച്ച ഒരല്പം ബേക്കിംഗ് പൗഡർ ഇടുമ്പോഴത്തേനും ഒരു സോഫ്റ്റായി വരും നമ്മുടെ മാവ്. പിന്നെ നമുക്കിനി വെജിറ്റബിൾസ് എല്ലാം കൂടി ഇട്ടിട്ട് ടോപ്പിംഗ് പോലെ ഇട്ടേച്ചും അതിനൊന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പോൾ ഒന്നും കൂടെ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ആ മസാലകൾ ഇട്ടതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഇനി നമ്മുടെ വെജിറ്റബിൾസ് അതിനകത്തേക്ക് ഇടുകയാണ്. വെജിറ്റബിൾസ് ഒന്നുകിൽ അതിനകത്തേക്ക് ഇട്ടിട്ട് ഉണ്ടാക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം കോരി ഒഴിച്ച് ഇച്ചിരി കനത്തിൽ കോരി ഒഴിച്ചിട്ട് ഇത് അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ അതിനകത്തേക്ക് ഇടുകയാണെല്ലാം. ഇതൊരു പകുതി ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിരുന്ന ക്യാരറ്റ്, ഉള്ളിത്തണ്ട്, ഇനി ക്യാബേജോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളർ ക്യാപ്സിക്കം ഒക്കെ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് ഇടാം. ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പോൾ ഇനി നമുക്ക് നല്ല ചൂടായ തവയിലേക്ക് ഒഴിച്ച് അതിനെ നല്ല ചൂടിൽ തവയിലേക്ക് ഒഴിക്കുക. എന്നിട്ട് തീ കുറച്ച് വെച്ച് ചെറിയ തീയിൽ അതിനെ മുരിച്ച് വേവിച്ചെടുക്കണം. നമ്മൾ മറിച്ചിടുമ്പോഴത്തേനും അതിൻ്റെ മുകളിൽ ഒരല്പം നെയ്യോ ബട്ടറോ എന്തെങ്കിലും തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. പാൻ നന്നായിട്ട് ചൂടായി വന്ന് നമുക്ക് അതിനകത്തേക്കൊരു 2 തവി കോരി ഒഴിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം.
ഇനി ഒരല്പം നേരം ഒന്ന് മൂടി വയ്ക്കണം. നമുക്കതിൻ്റെ മുകളിൽ ഒരല്പം നെയ്യ് തൂത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് മറിച്ചിടാം. നമുക്കതിനൊന്ന് എടുക്കാം. രണ്ട് വശം ഒന്ന് മരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കതിനെല്ലാം ഒന്ന് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ അപ്പമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ഡിഫറെൻ്റ് ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റിന് പറ്റുന്ന ഒരപ്പമാണ്. നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് അവധിയുള്ള ദിവസങ്ങളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം. അതിൻ്റെ കൂടെ നമുക്ക് ചമ്മന്തിയോ അല്ലെങ്കിൽ കറികൾ വേണ്ടവർക്ക് കറികൾ ഉപയോഗിച്ചിട്ടോ അല്ലാതെ തന്നെയും അത് കഴിക്കാൻ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.